ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈമൻ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. മലബാറുകാരുടെ സ്പെഷ്യൽ ഡിഷായ കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകൾ വെച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് വീഡിയോയുടെ താഴെ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് ജീരകശാല അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരിക്ക് പകരം പൊന്നിയരി വേണമെങ്കിലും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നമുക്ക് പച്ചരിക്ക് പകരം എടുക്കാം. പിന്നെ ജീരകശാല അരിക്ക് പകരം നിങ്ങൾക്ക് ബസുമതി അരി വേണമെങ്കിലും എടുക്കാം. പക്ഷെ ജീരകശാല അരിയുടെ ടേസ്റ്റ് ബസുമതി അരിക്ക് കിട്ടില്ല. അപ്പോൾ ജീരകശാല അരിയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയും അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൽത്തപ്പം ഉണ്ടാക്കാനാവും. കുറച്ച് പേരേ ഉള്ളൂ എങ്കിൽ 1 കപ്പിന് പകരം 1/2 കപ്പ് എടുത്താൽ മതി. ഈ 2 അരിയും ഒരേ അളവിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് 3-4 തവണ നന്നായി കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മളിത് കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അധികം ചൂടുള്ള വെള്ളമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കുതിർത്ത് വെച്ചിരിക്കുന്നതിൽ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതായത് 2 കപ്പ് അരി എടുക്കുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. 1 കപ്പ് പഞ്ചസാര ചേർത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ എടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇതിന് വേണ്ട പണ്ടം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ മധുരം കറക്റ്റായിരിക്കും. ആ പണ്ടം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ മീഡിയം മധുരമാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു കണക്കിന് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതിന് കണക്കായിട്ട് അരി അരിയിക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാവ് നല്ല ലൂസായി പോകും. അപ്പോൾ ഇതിനൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിക്കൽത്തപ്പം കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ വേണ്ടത് ചോറാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ചോറ് വേണ്ടത്. 2 കപ്പായതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ വേണ്ടത് ഏലക്കയാണ്. അത് 8 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് ഏലക്ക അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി അരച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുക്കാനാവില്ല. അപ്പോൾ നമുക്ക് ഇത് പകുതി ആയിട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പകുതി അരി ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറിൽ നിന്നും പകുതി ചേർക്കണം. അതുപോലെ ഏലക്കയും പകുതി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഈ അരി കുറച്ചൊന്ന് അരഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഴുവനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം അതിലധികം ഒരിക്കലും ആവരുത്. മാവ് നല്ല ലൂസായി പോവും. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇതിലും കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ അരി കുറച്ചൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 സ്റ്റെപ്പായിട്ട് മാവ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. അരിയെല്ലാം ഒട്ടും തരികളില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ മാവ് അധികം ലൂസായി പോവുകയും ചെയ്യരുത്. അധികം കട്ടിയുള്ളതും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇത് 2 സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മാവൊക്കെ നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ കട്ടി വേണ്ട ഇതിന്. ദോശ മാവിനേക്കാളും കുറച്ച് കട്ടി വേണം താനും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതാക്കി എടുക്കണം. വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് മാവ് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞിക്കൽത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. ഈ മാവ് അരച്ചെടുത്ത ഉടനെ നമ്മൾ കുഞ്ഞിക്കൽത്തപ്പം ചുട്ടെടുക്കരുത്. ഈ മാവൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മാവ് നന്നായി സെറ്റായി വന്നാൽ മാത്രമേ നമുക്കിത് ഈ ഒരു കൽത്തപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ ആരാര് പോലെയാണ് ഉണ്ടാവുക, ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. ഈ സമയം നമുക്ക് കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പണ്ടം തയ്യാറാക്കിയെടുക്കാം. അതുകൂടെ കൂട്ടി കഴിച്ചാലാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ പണ്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പും തേങ്ങയാണ് വേണ്ടത്, പിന്നെ കുറച്ച് പഞ്ചസാരയും. ആദ്യം തന്നെ നമുക്കിത് ഈ കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കടലപ്പരിപ്പ് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് വെന്തടിഞ്ഞു പോകുന്നു വേണ്ട, അത്യാവശ്യം ഒന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ 2 വിസിൽ വന്നാൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിനി കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കടലപ്പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടഞ്ഞു വരണം. അപ്പോൾ ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കണം. ഈ ഒരു അളവ് എന്ന് പറയുന്നത് മധുരം മീഡിയത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ മാത്രം കുറച്ചധികം പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാര മെൽട്ടായി വരുന്നത് വരെയാണ് നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടത്. പഞ്ചസാര അലിഞ്ഞ തേങ്ങയൊക്കെ കുഴഞ്ഞു വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് ഊറ്റിവെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്നും കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് ഈ പണ്ടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും ഇത്. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ പണ്ടത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഏലക്ക മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഏലക്കയുടെ അളവെല്ലാം കൂടിപ്പോയാലും വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പണ്ടം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിക്കൽത്തപ്പം ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിഭാഗത്ത് മാവിങ്ങനെ സെറ്റായി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക. അപ്പോൾ അതിനായിട്ട് പാത്രം ചൂടായി വന്നാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നന്നായിട്ട് ചൂടായി വരണം. അടി കട്ടിയുള്ളതും പരന്നതുമായ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ചീനച്ചട്ടിയൊക്കെ ആയാൽ ഈ കുഞ്ഞിക്കൽത്തപ്പം നെയ്യപ്പം പോലെ പൊങ്ങി വരും. അപ്പോൾ അടി പരന്ന പാത്രമാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതൊരു പരന്നൊരു ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ ഈ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്ക് മാവ് കുറച്ചായി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മാവ് ഡയറക്റ്റ് തവി വെച്ച എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ കോരി ഒഴിച്ചതിന് ശേഷം ഈ പാത്രത്തിൽ നിന്നും മാവ് എണ്ണയിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. തവി ഉപയോഗിച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്നും മാവൊക്കെ ഉറ്റി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഒഴിക്കാനാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം ഉണ്ടാവുക. എണ്ണയിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. മാവ് ഒഴിച്ച് കഴിഞ്ഞ ഉടനെ അത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയെടുക്കണം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ വെന്ത് വന്നതിന് ശേഷം നടുഭാഗം വെന്ത് വരുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയം നമുക്ക് കൽത്തപ്പത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എണ്ണയാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നടുഭാഗവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കല്ല നമ്മൾ കൂട്ടൊഴിച്ചു കൊടുക്കുന്നത്. കുറഞ്ഞ എണ്ണയിലേക്കാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ കൂടിപ്പോയാലും ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടൂല.
അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടി പറയുന്നത്. ഓരോ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോഴും എണ്ണ കുറയുന്നതിന് കണക്കായിട്ട് എണ്ണ ആ സമയം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കലത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചിട്ട് വേവിക്കുന്നില്ല. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാക്കിയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗമൊക്കെ വേവാത്തതുപോലെ ഉണ്ടാവും. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കലത്തപ്പം ചുട്ടെടുക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അധികം കളർ മാറണ്ട, ഈ ഒരു പരുവത്തിലായാലും നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.